ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം തന്നെ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ കാശ്മീരി മുളക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ആ സമയം കൊണ്ട് ചോറ് ഇവിടെ റെഡിയാവുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് കഴിഞ്ഞ് വന്നതാണ്. ഞാനെൻ്റെ ഷെഹൽ മൂത്ത മകനാണ് ഇവന്. ഒരു കാര്യം പറഞ്ഞ ഈ മണ്ണുണ്ടാവും എൻ്റെ മേല്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കാശ്മീരി മുളക് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ചിക്കനിൽ ഈ മസാല വെച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കണില്ല കേട്ടോ. എണ്ണയും ചേർക്കണില്ല. സെയിം പാനിലേക്ക് തന്നെ ഈ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ച് തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു തുള്ളി എണ്ണയോ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല. നേരത്തെ നമ്മൾ ഫ്രൈ ആക്കാൻ എടുത്തിട്ടുള്ള ആ ഒരു തുള്ളി വെളിച്ചെണ്ണ മാത്രം വെച്ചിട്ടാണ് ഈ ചിക്കന് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ആ സമയം കൊണ്ട് തന്നെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിട്ടോ. കാരണം ഒരു തുള്ളി ഓയിലോ എണ്ണയോ ഒന്നും ചേർക്കാതെയാണ് ഫ്രൈ ചെയ്തിട്ടുള്ള അതേ രീതിയിൽ തന്നെ ഈ ചിക്കൻ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഭയങ്കര റിസ്ക് പിടിച്ചിട്ടുള്ള പരിപാടി. ഡ്രസ്സെല്ലാം കൂടെ അങ്ങോട്ട് കെട്ടിപ്പിരിഞ്ഞിരിക്കും. അങ്ങനെ അതൊക്കെ റെഡിയാക്കി. ഇനി ഇതൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടി വെക്കണം. എന്തായാലും പുറത്തല്ല, വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. നല്ല സുഖാട്ടോ. കാരണം എടുത്ത് വെക്കുന്ന വേണ്ട. ഇപ്പം നമ്മളിത് എടുത്ത് വെക്കാൻ മറന്നു പോയതാണെങ്കിൽ ഇവിടെ തന്നെ കിടന്നിട്ട് ഇങ്ങനെ ഉണങ്ങിക്കോളും. പ്രശ്നമൊന്നുമില്ല. പക്ഷേ പുറത്താണെങ്കിൽ നമ്മളത് മഴ പെയ്യുന്ന സമയത്ത് എടുക്കണം. അപ്പോൾ നല്ല വെയിലായിട്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അങ്ങനെ വിഷയമുണ്ട്. രാത്രി വെയിലല്ല, പകല് ചൂടായാല് വാർപ്പ് മേലെ ചൂടായിട്ട് നല്ല ഉണങ്ങൂലെ, നന്നായിട്ട് ഉണങ്ങി കിട്ടും. പ്രശ്നം ഉണ്ടാക്കുക ആരെ അപ്പോൾ മക്കളെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഇതിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം. നമ്മൾ കിച്ചണിൽ കയറിയാൽ മെയിനായിട്ട് ഈ പാത്രം കഴുകലും തുടക്കലും അരക്കലും വെക്കലും ഒക്കെ തന്നെയല്ലേ. അങ്ങനെ എല്ലാ ജോലിയും കഴിഞ്ഞു. ഇനി മക്കൾ പഠിത്തം കാര്യങ്ങളൊക്കെ എന്തായെന്നൊന്ന് പോയി നോക്കട്ടെ. എനിക്ക് കിടന്നു വാങ്ങാൻ സമയമായില്ല. മതി, എടുത്തച്ചാ പോരെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം.